ചിന്ത പബ്ലിഷേഴ്സ് ചിന്ത പുസ്തകോത്സവം സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പെട്രോൾ പമ്പിന് സമീപമാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. ചിന്ത പബ്ലിക്കേഷൻസിന്റെ നേതൃത്വത്തിൽ ചിന്ത പുസ്തകോത്സവം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. എം സ്വരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. പുസ്തകങ്ങളുടെയും വായനയുടെയും പ്രാധാന്യം ഒരു ആശയക്കുഴപ്പത്തിനും ഇടയില്ലാത്ത വിധം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പുസ്തകങ്ങൾ ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ള ഇവിടെ ഒന്ന് കയറി പുസ്തകങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടാണ് വന്നത്. അതിൽ ചിന്ത മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രശസ്തയായ അമേരിക്കൻ എഴുത്തുകാരി ഹാരിയറ്റ് എലിസബത്ത് ബീച്ചർ സ്റ്റോവിൻ്റെ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന നോവലോടെ കാണുകയുണ്ടായി. അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന നോവലാണ് ഒരു കാലത്ത് അമേരിക്കയിലെ അടിമത്തത്തിനെതിരായ സാമൂഹ്യ മനസാക്ഷിയെ ഉണർത്തിയ നോവൽ. അമേരിക്ക ഇപ്പോൾ എബ്രഹാം ലിങ്കനെ അടിമകളുടെ വിമോചകൻ എന്നാണ് സ്കൂളിൽ നമ്മളെല്ലാം അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്ന പാഠം സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. ചടങ്ങിൽ വെച്ച് നാരായണൻ അമ്പലത്തറയുടെ ബടുക്ക പുസ്തക പ്രകാശനവും നടന്നു. എം രാജഗോപാലൻ MLA പുസ്തക പ്രകാശനം നിർവഹിച്ചു. അംബിക സുധൻ മാങ്ങാട് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് K. രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA KP സതീഷ് ചന്ദ്രൻ, MLA CH കുഞ്ഞമ്പു, മുൻ നഗരസഭാ ചെയർമാൻ VV രമേശൻ, നഗരസഭാ ചെയർപേഴ്സൺ സുജാത, ചിന്ത പബ്ലിക്കേഷൻസ് ജനറൽ മാനേജർ ഗോപി നാരായണൻ, അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, PK നിഷാന്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംഘാടക സമിതി കൺവീനർ ശിവജി വെള്ളിക്കോത്ത് സ്വാഗതവും ചിന്ത സോണൽ മാനേജർ CP രമേശൻ നന്ദിയും പറഞ്ഞു. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് പുസ്തക ചർച്ചകൾ, പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.